പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ അനുമതി. ചരിത്രത്തിലാദ്യമായി 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് 7 ദേശം കോർഡിനേഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. 12-ന് രാത്രി 8-ന് പടിഞ്ഞാറൻചേരിയുടെയും 9:30-ന് തെക്കുമംഗലം ദേശത്തിന്റെയും വെടിക്കെട്ട് നടക്കും. 13-ന് രാവിലെ 8-ന് 7 ദേശം കോർഡിനേഷൻ കമ്മിറ്റിയുടെ വെടിക്കെട്ടുമുണ്ടാകും. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി നടന്ന ദേശക്കൂത്തിന് ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു വെടിക്കെട്ട് നടത്തിയിരുന്നത്. വെടിക്കെട്ടിനായി പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ച രൂപത്തിലുള്ള സംഭരണമുറി ഇല്ലെന്നതുൾപ്പെടെയുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. 12-ന് പൂരം ദിവസം ചിനക്കത്തൂർ പൂരത്തിന്റെ ചരിത്രത്തിലാദ്യമായി പകൽ പൂരത്തിന് സമാപനം കുറിച്ച് കിഴക്ക് പടിഞ്ഞാറൻ ചേരികളിലെ 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഇരു ചേരികളിലെയും ആനപൂരങ്ങൾ വൈകിട്ട് 6:30-ന് പരസ്പരം അഭിമുഖമായി നിന്ന് ഒരേ സമയം കുടമാറ്റം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 5 മണിക്ക് തന്നെ ഇരു ചേരികളിലും മേളം തുടങ്ങുന്നു. അതിനുശേഷം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ഇന്ന് ചിനക്കത്തൂർ 7 ദേശവും പ്ലാൻ ചെയ്തിട്ടുള്ളത് വാശിയേറിയ കുടമാറ്റം 6:30-ന്. 6:30-ന് ശേഷം 7:15 വരെ കുടമാറ്റവും 7:15-ന് ശേഷം പടിഞ്ഞാറൻ ചേരിയിലുള്ള 17 ആനകളും കിഴക്കൻ ചേരിയിലുള്ള 10 ആനകളും ചേർന്ന് സംയുക്തമായിട്ട് ഒരു കൂടിച്ചേരൽ നടക്കുന്നു എന്നൊരു പ്രത്യേകത. 27 ആനകളും ചേർന്ന് വാശിയേറിയ മേളത്തോടു കൂടി ഈ വർഷത്തെ പകൽപൂരം അവസാനിക്കുകയാണ്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ 7 ദേശം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ആർ മണികണ്ഠൻ, ജോയിന്റ് കൺവീനർ AR രാജേഷ്, ഭാരവാഹികളായ പുത്തൻവീട്ടിൽ ശശിധരൻ, M സുഭാഷ്, K ഹരിദാസ് എന്നിവർ പങ്കെടുത്തു.